പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് എളിദാസനെ അനുസരിച്ചോർത്ത് നന്ദിയും സ്തുതിയും യേശുവിന് സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈസ്റ്റർ അഥവാ ഉയർപ്പ് തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ട് കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു നിഗൂഢ ജ്ഞാനം, ഈ രണ്ട് സംഭവത്തെ സംബന്ധിക്കുന്ന ഒരു ആത്മീയ ജ്ഞാനത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, നമ്മുടെ ഇന്നത്തെ ഈസ്റ്ററിൻ്റെ പ്രാധാന്യം എന്ത്, അതിൻ്റെ ആവശ്യകത എന്ത്. മറ്റൊന്ന്, ഇനി ഈ ഈസ്റ്ററിൻ്റെ ആഘോഷം അഥവാ ഉയർപ്പ് തിരുനാളിൻ്റെ ആഘോഷം എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ ആസ്പദമാക്കി വേണം നാം ഈ ഈസ്റ്റർ എന്ന അഥവാ ഉയർപ്പ് തിരുനാൾ എന്ന ആശയത്തെ കാണാൻ. ഉയർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആരുയർത്തെഴുന്നേറ്റു, എപ്പോൾ ഉയർത്തെഴുന്നേറ്റു, എന്തിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റു? അവിടെയാണ് നമ്മൾ ആദ്യത്തെ കാര്യങ്ങളെ ഗ്രഹിക്കേണ്ടത്. അത് ഈ ലോകത്ത് നമുക്കറിയാം, ഇന്നേ വരെ ഏതൊരു തത്വശാസ്ത്രമോ ഏതൊരു ജ്ഞാനിയോ ഏതൊരു മഹാനോ ഏതൊരു സമ്പന്നനോ ഏതൊരു വ്യക്തിയോ ആയിക്കോട്ടെ, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയപ്പെടുകയോ കാണപ്പെടുകയോ ചെയ്ത ഒരേ ഒരു വ്യക്തി അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ ഇതൊരു അറിവാണ്, ലോകത്ത് മുഴുവനുള്ള അറിവാണ്. യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് എല്ലാവരും പറയുന്നുണ്ട്, അല്ല ബൈബിൾ എഴുതിയിട്ടുണ്ട്, അറിവിൻ്റെ തലമാണ്. ഇനി ജ്ഞാനത്തിൻ്റെ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു വീണ്ടും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാലഘട്ടം എത്തി. പ്രത്യേകിച്ചും ഇതൊരു അവസാന ഉയർപ്പ് തിരുനാൾ എന്ന നിലയിലും കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തി എന്ന നിലയിലും യുദ്ധങ്ങൾ അതിനായി ആരംഭിച്ചു എന്ന നിലയിലും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പശ്ചാത്തലവും കാലഘട്ടവും യുഗാന്ത്യവും യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ എന്നതും 2033 എന്ന സംഖ്യയിലേക്ക് എത്താൻ വേണ്ടി കാലഘട്ടം ആയി നിൽക്കുന്നു എന്ന നിലയിലും ഇതിൻ്റെ പ്രാധാന്യം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്ന പശ്ചാത്തലമാണ്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, പ്രിയ സഹോദരനെ, അങ്ങനെ യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ ശരീരത്തിൽ ബോധ്യമുണ്ടെങ്കിൽ, ആത്മാവിൽ നമ്മളതിനെപ്പറ്റി ജ്ഞാനമുണ്ടെങ്കിൽ, അതിൻ്റെ അറിവിൻ്റെ തലത്തിൽ നമ്മളതിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നാം എങ്ങനെ ഇതിനെ സ്വീകരിക്കണം? പ്രത്യേകിച്ചും ആധുനിക ലോകത്തെ ഈ പശ്ചാത്തലത്തിലുള്ള യേശുവിൻ്റെ ഉയർപ്പ് തിരുനാളിനെ നാം എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ ആഘോഷിക്കണം, എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ ഉൾക്കൊള്ളണം, എങ്ങനെ മറ്റുള്ളവർ പറയണം, എങ്ങനെ നാം അതിനായി തയ്യാറെടുക്കണം എന്നതിനെപ്പറ്റി വളരെ വ്യക്തമായ ആത്മീയ തലത്തിൽ വളരെ വിശദമായി എഴുതി വച്ചിരിക്കുന്ന ഒരു വചനഭാഗം നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വചനത്തെ മനസ്സിലാക്കാൻ. അതിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരേ ഒരു വചനം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈശോ പറഞ്ഞു തന്നിട്ടുള്ള ഒരേ ഒരു വചനം എന്ന് പറയുന്നത് 1 തെസ്സലോനിക്കർക്ക് ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനമാണ്. അവിടെ എങ്ങനെയായിരിക്കണം ഒരു വ്യക്തിയുടെ ഒരുക്കം, ഈ വസ്തുതയെ എങ്ങനെ മനസ്സിലാക്കണം, ഇതിനെങ്ങനെ നാം സ്വാംശീകരിക്കണം, ഇതിനെ എങ്ങനെ നാം ഉൾക്കൊള്ളണം എന്നതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ. അവിടെ ഒരു വിശുദ്ധീകരണ പ്രക്രിയ, ഒരു പ്രോസസ്സിങ്, ഒരു ഉരുക്കി വാർക്കൽ, ഒരു വിശുദ്ധീകരണ സംഭവം. അത് കുമ്പസാരത്തിലാവാം, ധ്യാനം കൂടുതലാവാം, വിശുദ്ധി കൊണ്ട് നിറയാൻ വേണ്ടി നന്മപ്രവൃത്തി ചെയ്താവാം, ഉപവസിച്ചതാവാം, ദാനധർമ്മം ചെയ്തതാവാം, അല്ലെങ്കിൽ ഈ കാലഘട്ടം അത്രയും ഒരു നോമ്പ് നോറ്റതാവാം. ഇതൊക്കെ അതിൻ്റെ ഒരു പ്രക്രിയകളാണ്. സമാധാനത്തെ നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്. നാം ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പ്രത്യാഗമന കാലഘട്ടം അടുത്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തെ നാം അതിൻ്റെ ഭൗതിക അറിവിലും ആത്മീയ അറിവിലും ശാസ്ത്രീയ അറിവിലും ഗ്രഹിക്കുമ്പോൾ, ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ യുദ്ധങ്ങൾ തന്നെ, അറിവെന്ന് പറയുമ്പോൾ ഉയർപ്പ് തിരുനാൾ എന്ന സത്യം, അതിൻ്റെ ആത്മീയ തല, അതിൻ്റെ പരിശുദ്ധമായ ജ്ഞാനത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ഉയർപ്പിക്കപ്പെട്ട വ്യക്തി, ഇത് മൂന്നും ഒരു ത്രിതലത്തിൽ മനസ്സിലാക്കുമ്പോൾ നാം എങ്ങനെ ആയിരിക്കും അതിനെപ്പറ്റി വ്യക്തമായൊരു കാഴ്ചപ്പാട് വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി നിങ്ങൾക്ക് തരികയാണ്. അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ചുമ്മാ ഉയർപ്പ് തിരുനാൾ, കുറേ ഇറച്ചി കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഒരാഡംബരം, രാത്രിയിൽ ഒരു വാഹനമുള്ളവർക്കൊരു പോക്ക വരവ്, അതല്ല. അതിനപ്പുറത്തേക്ക്
അതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിനായി ലോകമൊരുങ്ങി, ശാസ്ത്രം അത് കണ്ടുപിടിക്കപ്പെട്ട യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, ഭൗതിക സാമ്പത്തിക പുരോഗതി നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നു. എന്നാൽ ആത്മീയ നാശം നമ്മൾ കാണുന്നു. നമ്മുടെ ലോകത്ത് നമ്മുടെ സഭാസംബന്ധമായി നോക്കിയാൽ അവിടെ പല മൂല്യങ്ങളും കുറയുന്നു. ലോകം യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നു. വിശുദ്ധിയും വിശ്വാസവും നഷ്ടപ്പെടുന്നു. കൗതാശികത ഇല്ലാതെയാവുന്നു. സഭകളിൽ വലിയ പ്രശ്നമുണ്ടാകുന്നു, കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നു, രാഷ്ട്രങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നു. അങ്ങനെ ഒരു യേശുവിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പശ്ചാത്തലം ഒരുങ്ങി വരുന്ന ഈ സമയത്ത്, അതുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ ഉയർപ്പ് തിരുനാളിലുള്ള സന്ദേശം ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ ഒരുങ്ങിക്കോണം. കാരണം നാളെ നമുക്ക് ഒരുങ്ങാൻ പറ്റുകയില്ല. ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഉയർപ്പ് തിരുനാൾ എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളതല്ല, അത് ഭക്ഷണത്തെ ആസ്പദമാക്കിയുള്ളതല്ല, വസ്ത്രത്തെ സംബന്ധിക്കുന്നതല്ല, രാത്രി പാതിര കുർബാനയ്ക്ക് പോകുന്നതല്ല. അതിനപ്പുറത്തേക്ക് എന്താ പറയുന്നത് നോക്കാം വ്യക്തമായി. പ്രത്യാഗമനത്തിൽ നമ്മുടെ കർത്താവായ യേശുവിന് പ്രത്യാഗമനത്തിൽ വീണ്ടും വരവിൽ, രണ്ടാം വരവിൽ, പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവ്. അപ്പം നിങ്ങളെന്ന് പറയുന്നത് പൗലോസ്ലീഹയോ അല്ലെങ്കിൽ അന്നത്തെ അപ്പസ്തോലന്മാരോ നമ്മെ നോക്കുക. അന്ന് അവിടെ ഇരുന്ന് ജനത്തോട് പറയണം നിങ്ങളുടെ. അത് നമ്മൾ ഇന്ന് പറഞ്ഞത് നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ എന്നും എൻ്റെ കുടുംബത്തിൻ്റെ എന്നും എൻ്റെ കുടുംബാംഗങ്ങളുടെ എന്നും എൻ്റെ ഇടവകയുടെ എന്നും എൻ്റെ സഭയുടെ എന്നും ചേർത്ത് വെച്ച് വായിച്ച് പഠിച്ച് അതിനായിട്ട് വേണം പ്രാർത്ഥനയും തയ്യാറെടുപ്പും. അങ്ങനെ ആയിരിക്കണം. നിങ്ങളുടെ ആത്മാവെന്ന് പറഞ്ഞാൽ ഹൃദയം. നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിൻ്റെ അർത്ഥം. ഹൃദയത്തിലാണ് ആത്മാവ്. അപ്പോൾ ഹൃദയത്തിൻ്റെ തലം. 2 ജീവൻ്റെ തലം പറഞ്ഞാൽ മനസ്സ്, ബുദ്ധിയുടെ തലം. ജീവൻ ശരീരത്തിൽ മൊത്തം ജീവൻ. ആ ജീവൻ്റെ ഏറ്റവും കേന്ദ്രമായ മനസ്സ്. നിന്റെ മനസ്സ് എവിടെയോ, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പന പാലിക്കാം. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സ്. ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പൂർണ്ണ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാന നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ തലം, മനസ്സിൻ്റെ തലം, ഇന്ദ്രിയത്തിൻ്റെ തലം. നിങ്ങൾ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടവരട്ടെ. അവികലം എന്ന് പറഞ്ഞാൽ വൈകല്യങ്ങൾ ഇല്ലാത്തത്, കുറവുകൾ ഇല്ലാത്തത്, പൂർണ്ണമായത്. മദ്യപാനിയായ ഒരാൾ വല്ലപ്പോഴും മദ്യം കഴിക്കും, അതൊരു വൈകല്യമാണ്. ഞാനൊക്കെ കൂടി 10 വർഷം മദ്യപാനം നിർത്തുക, അത് ഞാനിപ്പം ഇടയ്ക്ക് മുഴുവൻ കഴിക്കും, അതൊരു വൈകല്യമാണ്, പാടില്ല. ഞാൻ സിനിമ കാണൽ നിർത്തി, സിനിമ തിയേറ്ററിലൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ മൊബൈലിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അത് ഉപേക്ഷിച്ചായിരുന്നു, അതിൻ്റെ ദോഷവശങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ വല്ലപ്പോഴും ഞാൻ മൊബൈലിൽ കാണും, അത് വൈകല്യമാണ്. ഞാൻ ചുരിദാറുകൾ അല്ലെങ്കിൽ സാരി ഉടുക്കൽ മാറ്റി സാരി വേണ്ടെന്ന് വെച്ചു, ചുരിദാർ ഇടാൻ വേണ്ടി തീരുമാനിച്ചു. അതാണ് നല്ലതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്നു. ലോകത്തിന് എൻ്റെ ഒരു ആകരുത് കർത്താവുന്നുണ്ട്. അപ്പോൾ അതൊരു വൈകല്യമാണ്. നമ്മളൊരു സ്ഥിരമായ വസ്ത്ര സംവിധാനം, സ്ഥിരമായ ഒരു തീരുമാനമെടുക്കൽ, സ്ഥിരമായൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവും ആയിരിക്കാനായിട്ട്. അങ്ങനെ ഈ 4 തലവും 5 കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ട് വരുമ്പോൾ ഒരു പൂർണ്ണത വരും. എന്തിനു വേണ്ടിയിട്ടാണ്? യേശുവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടി, ഉയർപ്പിക്കപ്പെടുവാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ മരണപ്പെട്ടാലും, ഇപ്പോൾ നമ്മൾ നിദ്ര പ്രാപിച്ചാലും, ഇന്നലെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചില ക്ലാസ്സിൽ ഓർമ്മിച്ചിട്ടുണ്ടാവും, 6 രീതിയിലുള്ള മരണമുണ്ട് നമുക്ക്. 6 രീതിയിലുള്ള മരണം. ആ മരണത്തെക്കുറിച്ച് ഇന്നലെ അല്പം സൂചിപ്പിച്ചിരുന്നതാണ്. അത് നിങ്ങൾ കണ്ടു കാണും. ഞാനത് കൂടുതൽ വ്യക്തമായിട്ട് പിന്നീട് നിങ്ങൾക്ക് ക്ലാസ്സായിട്ട് തരാം. എൻ്റെ ധ്യാന ക്ലാസ്സുകളിൽ അതിൻ്റെ ക്ലാസ്സുകൾ വ്യക്തമായിട്ട് വിശദമായിട്ട് മണിക്കൂറുകളുടെ ക്ലാസ്സായിട്ട് തരും. താല്പര്യമുള്ളവർക്ക് വന്നാൽ വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. പൂർണ്ണമായിരിക്കാൻ ഇടയാകട്ടെ. അങ്ങനെ ഇടയാവുമ്പോൾ നമ്മളിപ്പോൾ ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞാലും, നിദ്ര പ്രാപിച്ചാലും, ഇപ്പോൾ നമ്മൾ കർത്താവിൽ മതിയടഞ്ഞാലും, ഇപ്പോൾ നമ്മൾ കർത്താവിൽ ഈ ലോകത്ത് നിന്ന് മരണം എന്ന അല്ലെങ്കിൽ വേർപാടിലൂടെ യേശുവിലൂടെ നിദ്ര പ്രാപിച്ച്, അല്ലെ എസ്തപ്പാനോസിനെ പോലെ മരണത്തിൽ പ്രാപിച്ച് ഈ ലോകത്ത് കടന്നു പോയാലും നമുക്കൊരു ഉയർപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ ജീവൻ, ഒരു പുതിയ സ്ഥലം, പുതിയ ശരീരം ലഭിക്കുമെന്ന ഉറപ്പ് ഇവിടെ സ്ഥാപിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഈസ്റ്റർ അഥവാ ഉയർപ്പ് ദിനം. നമ്മളങ്ങനെ സ്ഥാപിച്ചെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന പരിശോധിച്ചുറപ്പ് വരുത്തിയില്ല എങ്കിൽ നാളത്തെ അടുത്ത വർഷത്തെ ഒരു ഈസ്റ്റർ ആഘോഷിക്കാൻ നീയോ ഞാനോ ഇവിടെ ഉണ്ടാവുകയില്ല. അതിനു മുമ്പ് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ വലിയ ഭീകരമായ അവസ്ഥയെക്കുറിച്ചും വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്.
എന്നാൽ പ്രിയപ്പെട്ട ഇതിനെ ആസ്പദമാക്കി ഒരു ചെറിയ വിഷയം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഒരു നാണയത്തിൻ്റെ അക്കത്തിൻ്റെ വശമാണ് നമ്മൾ പഠിച്ചത്. അതായത് ഉയർപ്പ്, മനുഷ്യൻ്റെ ഉയർപ്പ്. അതിന് ഈസ്റ്റർ അല്ലെങ്കിൽ ഉയർപ്പ് തിരുനാൾ എന്ന് പറയാം. എന്നാൽ ഈ ഉയർപ്പിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ക്രിസ്മസ്, ക്രൈസ്റ്റ് മാസ്. അത് ക്രിസ്തു ബലിയായി തീർന്നു, അത് ജനിക്കുന്നു, ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസിൻ്റെ കാര്യത്തിൽ ഈ രീതിയിൽ ഒരു വ്യക്തി ആകണമെങ്കിൽ, ആയി മാറണമെങ്കിൽ നാം എവിടെ വരണം? അത് നമ്മൾ വായിക്കണമെങ്കിൽ അത് നമ്മളതിൻ്റെ അതിലെ നിഗൂഢ വചനം നമ്മുടെ അടുത്ത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന വചനം ഏതാണ്? പരിശുദ്ധം എഴുതി വെച്ചിരിക്കുന്നത് അത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാം തിരുവചനമാണ്. അവിടെ ഇങ്ങനെ പറയാണ്, എന്താ പറഞ്ഞത്? ശിശുവിൻ്റെ അമ്മയെ അവരത്തോടുകൂടി അവർ കാണുകയും ചെയ്തു, ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറിയും കാഴ്ചയർപ്പിച്ചു. അവിടെ നമ്മൾ അങ്ങനെ ഹൃദയത്തിൽ എന്തായിരിക്കണം? ആത്മാവിനെ യേശുക്രിസ്തു എന്ന സത്യത്തെ പൊന്നിനെ പോലെ കാണണം എന്നാണ്. ആരാ കണ്ടത്? ജ്ഞാനമുള്ളവർ. ജ്ഞാനികളാരായിരുന്നു? ആരുമായിക്കോട്ടെ. അത് അന്നത്തെ പൗരസ്ത്യദേശം ജ്ഞാനികളെന്ന് പറയുന്നു. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ സഭയെന്ന് വേണേൽ പറയാം. മറ്റു ഭാഷ പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെന്ന് പറയാം. അപ്പോൾ എല്ലാ കാഴ്ചപ്പാടും, എല്ലാ ചിന്തകളും, എല്ലാ പഠനവും, എല്ലാ വിശദീകരണ പ്രക്രിയയും, എല്ലാ ആഘോഷങ്ങളും എങ്ങനെയായിരിക്കണം? സ്വർണ്ണത്തെ പോലെ, പൊന്നിനെ പോലെ. സ്വർണ്ണത്തിന് ഏറ്റവും വലിയ വൃത്തി എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? പല ക്ലാസ്സിലും ഞാൻ പറയാറുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ ആവശ്യമായിട്ട് ഞാൻ പറയാം. സ്വർണം എന്ന വസ്തു 600 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടായി പുറത്തു വന്നാൽ ആ വസ്തുവിനെ പിന്നീട് ഇല്ലാതാക്കാൻ പറ്റില്ല. അത് ആ പൂർണ്ണാവസ്ഥ പ്രാപിച്ചു. അത് 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇട്ടാലും, അത് ഉപ്പുവെള്ളത്തിലിട്ടാലും, അത് ചാരത്തിലിട്ടാലും, തീക്കത്തിട്ടാലും, എവിടെ ഇട്ടാലും ഒന്ന് ഉരുകും. അതിൻ്റെ ആകൃതി ഉണ്ടെങ്കിൽ ആകൃതി ഒന്ന് ഉരുകും. പക്ഷേ ആ വസ്തുവിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒരു കഷ്ണം സ്വർണവും ഒരു കഷ്ണം ഇരുമ്പും എടുത്ത് 25 വർഷം മണ്ണിൽ കുഴിച്ചിട്ടിട്ട് 25 വർഷം കഴിഞ്ഞ് ഈ 2 സാധനം പുറത്തെടുക്കുമ്പോൾ ഇരുമ്പ് തുരുമ്പായി മണ്ണായി മാറിയിട്ടുണ്ടാകും. പക്ഷേ സ്വർണം അതേപടി ഇരിക്കും. സ്വർണം ഒരിക്കലും നശിക്കപ്പെടുന്നില്ല എന്നതിനർത്ഥം ജ്ഞാനദൃഷ്ടി കൊണ്ട് അവർ കണ്ടത് എന്തായിരുന്നു? യേശുക്രിസ്തുവിൻ്റെ ശരീരം, യേശുക്രിസ്തു എന്ന ആശയം, യേശുക്രിസ്തു എന്ന സത്യം, യേശുക്രിസ്തു എന്ന രാജാവ്, യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് സ്വർണം പോലെ ആയിരിക്കുമെന്ന് കണക്കുകൂട്ടി ജ്ഞാനി കൊണ്ട് ഗ്രഹിച്ച് അവർ തൻ്റെ നിക്ഷേപമായ ഹൃദയത്തിൽ നിന്നും സ്വർണ്ണരൂപമുള്ള സ്വർണ്ണവസ്തുവിനെ എടുത്ത് ആർക്ക് കൊടുത്തു? യേശുവിന് മുമ്പിൽ സമർപ്പിച്ചു. അതേ വചനം നമ്മളിലേക്ക് വരുമ്പോൾ നാം ഈ ആഘോഷങ്ങൾക്ക് കൊടുക്കുന്ന പൈസയും ആഘോഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം ആഘോഷങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കുകയും ചെയ്യുമ്പോൾ നാം സ്വർണത്തെ പോലെയാണോ ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനെ പോലെ സ്വർണത്തെ പോലെ ചിന്തിച്ചാൽ നാം എവിടെ വരും? 1 തെസ്സലോനിക്കർ 5:21 വരണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മീറ എന്ന് പറഞ്ഞാൽ സുഗന്ധദ്രവ്യം എന്ന വസ്തു. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ മീറ എന്ന വസ്തു ശരീരത്തിൽ പൊതിഞ്ഞു വെച്ചാൽ ആ ശരീരം അഴുകുകയില്ല, ദ്രവിച്ചു പോവുകയില്ല എന്ന് അന്ന് ജ്ഞാനദൃഷ്ടിയോടെ അവർ മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? അവരുടെ ജ്ഞാനത്തിൽ, അവരുടെ ശരീരത്തിൽ മീറയുള്ളവർ അന്നത്തെ കാലത്ത് ഇച്ചിരി മീറ പോരാ, 100 രാത്രി യേശുവിൻ്റെ ശരീരം 100 രാത്രി സ്വർണം കൊണ്ട് മീറ കൊണ്ട് പൊതിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ആ 100 രാത്രോളം അന്നത്തെ കാലത്ത് മീറ ഉണ്ടാക്കണമെങ്കിൽ അതിന് ലക്ഷങ്ങൾ വേണമായിരുന്നു. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ 1 കോടികളായിരിക്കും വേണ്ടത്. ശരീരം അഴുകാതെ വെക്കണമല്ലോ. അപ്പോൾ അവരുടെ ചിന്തയിൽ ഈ മീറ എന്നത് ശരീരത്തിനോട് ചേർന്നിരിക്കുന്ന വസ്തു, ശരീരത്തിൻ്റെ വസ്തുരൂപത്തെ പ്രതിനിധീകരിക്കുന്ന വസ്തുരൂപമാണ്. അതിന് പ്രതീകാത്മകമാണ് മീറ. അപ്പോൾ ആ മീറ എന്ന വസ്തു യേശുവിൻ്റെ ശരീരത്തിൽ വെച്ചാൽ യേശുവിൻ്റെ ശരീരം ഒരിക്കലും അഴുകയില്ല, അത് നശിച്ചു പോവുകയില്ല എന്ന് ഗ്രഹിച്ച അന്നത്തെ ജ്ഞാനികളായിരുന്നു ഈ തൻ്റെ നിക്ഷേപപാത്രമായ ആ പാത്രത്തിൽ നിന്ന് മീറ എടുത്തു കൊടുത്തത്. അപ്പം നമ്മളിന്ന് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളിന്ന് യേശുവിനെ ഏത് രീതിയിൽ കാണുന്നത്? മീറ പോലെ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം മരണപ്പെട്ടാലും അഴുകാത്ത ഒരു ശരീരമായിട്ട് ഇരിക്കുമെന്നും അങ്ങനെ ഇരിക്കുന്ന ശരീരം യേശുവിൻ്റെ 2ാമത്തെ വരവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നും പൂർണ്ണ ബോധ്യമുള്ള ഒരു രൂപാന്തരീകരണ പ്രക്രിയ എന്നിൽ നടന്നിട്ടുണ്ടോ എന്ന് ഉള്ള ആത്മശോധനയാണ് ഈ ഉയർപ്പിനും അതിൻ്റെ തുടക്കമായ ക്രിസ്മസിനും നാം കണ്ടെത്തേണ്ടത്. ഇനി അടുത്തത് പൊന്നമീറ കുന്തിരിക്കം. കുന്തിരിക്കത്തിൻ്റെ പ്രത്യേകത എന്താണ്? അന്നത്തെ ജ്ഞാനദൃഷ്ടിയുണ്ട്. അവർ ത്രിതല ദർശനത്തിൽ, ത്രിതല ജ്ഞാനത്തിൽ, അതിൻ്റെ ദാർശനിക ബുദ്ധിയിൽ അവർ മനസ്സിലാക്കുന്ന ഈ കുന്തിരിക്കം എന്ന് പറയുന്നത് ഒരേ ഒരാൾക്ക് വേണ്ടി മാത്രം ആട്ടാനുള്ളതാണ്. അതായത് യേശുക്രിസ്തു എന്ന പരമസത്യത്തിൻ്റെ മുമ്പിൽ, ആ രൂപത്തിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ പ്രാർത്ഥനയിൽ, യേശുവിൻ്റെ ആവശ്യകതയിൽ, ആരാധനയിൽ, ധ്യാനത്തിൽ, അങ്ങനെയുള്ള ആവശ്യങ്ങളിൽ മാത്രം
മാത്രം. അന്ന് നമ്മൾ മറ്റു പലയിടത്തും ഇത് ആട്ടുമ്പോൾ അവിടെ അത് നമുക്ക് നഷ്ടപ്പെടുന്ന പലതുമുണ്ട്. എന്നാൽ അതിന് യോഗ്യതയും അർഹതയും എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് യോഗ്യതയുള്ള, ആരാധനയ്ക്ക് അർഹതയുള്ള, ആരാധിക്കാൻ യോഗ്യതയും കടപ്പാടുമുള്ള, നാം ആരാധിക്കാൻ നമുക്ക് യോഗ്യതയും കടപ്പാടും നമുക്കായിട്ട് നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി ലോകത്ത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന സത്യം ജ്ഞാനദൃഷ്ടി കൊണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ ഈ കുന്തിരിക്കത്തെ പോലെ നമ്മൾ യേശുവിനെ കാണുന്നുണ്ടോ? യേശുവിൻ്റെ മുമ്പിൽ മാത്രമാണോ നമ്മൾ ആരാധന? അവിടെയാണ് ഒന്നാം പ്രമാണ ലംഘനമൊക്കെ വരുന്നത് പ്രിയപ്പെട്ടവരെ. ഒന്നാം പ്രമാണ ലംഘനം വരുന്നത് അവിടെയാണ്. അതായത് ലോകത്തെ ദ്രവ്യവസ്തുക്കൾ, സ്ഥാനമാനങ്ങൾ, സമ്പത്തുകൾ, IELTSകൾ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സെക്ഷൻ നമുക്കറിയാം. ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എങ്ങോട്ട് പോകുന്നു? വിഗ്രഹാരാധനയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ മൂന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിസ്മസ് എന്ന സംഭവം ഈസ്റ്റർ അക്കം എന്ന നാണയത്തിൻ്റെ ഒരു വശമാണെങ്കിൽ അതിൻ്റെ മറു സൈഡാണ് ക്രിസ്മസ്. ക്രിസ്മസും ഈസ്റ്ററിൻ്റെയും ആഘോഷം നാം പടക്കം പൊട്ടിച്ചും ആഘോഷിച്ച് കളയാനുള്ളതല്ല, മറിച്ച് ഈ ജ്ഞാനത്തെ നാം ഉൾക്കൊണ്ടിട്ടുള്ള പ്രവർത്തന ശൈലി നമ്മൾ രൂപാന്തരപ്പെടേണ്ടതുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. ജ്ഞാനത്തിൻ്റെ ദൃഷ്ടി കൊണ്ട്, ജ്ഞാനം കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് ഈ വചനങ്ങളെല്ലാം പ്രിയപ്പെട്ട ആഘോഷം കൊണ്ട് തള്ളാനുള്ളതല്ല, ആഘോഷം കൊണ്ട് ആഘോഷിച്ച് തീർക്കാനുള്ളതല്ല. ഇത്തരത്തിലുള്ള രൂപാന്തരീകരണം എന്നിൽ വന്നതിന് ശേഷമുള്ള ചില ആത്മീയ നടപടികൾ മാത്രമേ നമ്മൾ ഉണ്ടാകാറുള്ളൂ. ക്രിസ്മസിന് പടക്കം പൊട്ടിയും സന്തോഷിക്കുന്നു, എത്രയോ പൈസ കൊണ്ട് നമ്മൾ കത്തിച്ച് കളയുന്നു. അവിടെ പണം കൊടുത്ത് ക്രിസ്മസ് പടക്കം പൊട്ടിക്കാനുള്ളതല്ല, അതൊരു ആഘോഷം. അത് മനസ്സിലെ ഒരു സന്തോഷം മാത്രമേ ആവുന്നുള്ളൂ. ആന്തരിക രൂപാന്തരീകരണം സംഭവിക്കണം. എന്നാൽ ഇത് മൂന്നും തയ്യാറാക്കപ്പെട്ട പൊന്നിനെ പോലെ നാം യേശുവിനെ കണ്ടു, മീറയെ പോലെ. ഉദാഹരണം പറഞ്ഞാൽ മീറയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ഗോവയിൽ ഒരു വിശുദ്ധൻ്റെ ശരീരം അഴുകാതെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ മീറയെ പോലെ നമ്മൾ യേശുവിനെ കണ്ടാൽ, ഈ മീറയെ പോലെ നമ്മുടെ പ്രാർത്ഥന ക്രമീകരിച്ചാൽ നമ്മുടെ ശരീരം അഴുകി പോകില്ല എന്നാണ് അർത്ഥം. കത്തോലിക്ക സഭയിൽ എത്രയോ വിശുദ്ധന്മാരുടെ ശരീരം അഴുകാതെ ഇപ്പോഴും ഇരിക്കുന്നു. സഭ സാക്ഷ്യമാണ് അതിന്, ലോകം സാക്ഷ്യമാണ്. ശാസ്ത്രീയമായിട്ട് സത്യമാണ്, അല്ലാതെ ഇതൊരു വിശ്വാസ തലത്തിൽ മാത്രമല്ല, ശാസ്ത്രീയമായിട്ട് സത്യമാണ്. അത് പെണ്ണ്, മീറ, കുന്തിരിക്കം, ഇത് മൂന്നും നമ്മൾ കാണേണ്ട പോലെ കണ്ട് ക്രമീകരിച്ചാൽ തെസ്സലോനിക്കരുടെ ലേഖനം 1-ാം അധ്യായം 25-ാം അധ്യായം 1 തെസ്സലോനിക്കർ 5:23 വരുമ്പോൾ എന്തായി? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാമെന്ന കാര്യത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവും ആയിരിക്കാൻ ഇടപെടട്ടെ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്രിസ്മസിന് നാം യേശുവിനെ ഈ 3 രീതിയിൽ കണ്ടാൽ, ഈ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ പശ്ചാത്തലം ഒരുങ്ങിയിരിക്കുമ്പോഴും നാം ആഘോഷമല്ല, ആത്മീയ തലത്തിൽ രൂപാന്തരീകരണം, ആത്മീയ തലത്തേക്ക് വേണ്ടി പ്രവൃത്തി രൂപത്തിൽ വരണം. ആഘോഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു കുർബാന കാണാൻ പോകുന്നതോ രാത്രി പള്ളി പോകുന്ന ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 1 Thessalonians 5:21 നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കും ഇടവരട്ടെ. അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരരെ, ക്രിസ്മസ് തുടങ്ങിയാൽ ഈസ്റ്റർ വരുമ്പോഴത്തേന് 2 നോമ്പ് കാലം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നോമ്പുണ്ടോ? നാം എന്ത് നോമ്പാണ് നോക്കുന്നത്? എന്ത് വിശുദ്ധീകരണ പ്രക്രിയ നടന്നിട്ടുള്ളത്? എന്ത് പാപപരിഹാരമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിൽ ആത്മാവും മനസ്സും ശരീരവും അവികലവും പൂർണ്ണമാണോ? പരിശുദ്ധിയാണോ നമ്മുടെ ഹൃദയത്തിലുള്ളത്, നമ്മുടെ ചിന്തയിലുള്ളത്? നമ്മുടെ മൊബൈൽ ഫോൺ കയ്യിലിരുന്നാൽ നാം പരിശുദ്ധരാകുമോ? ഈ മൊബൈലും തൂക്കിയിട്ടുണ്ടല്ലേ പള്ളിയിലിട്ട് പോകുന്നത്? ചിന്തിച്ചോ? ആരൊക്കെ എന്തൊക്കെ മൊബൈൽ ഉപയോഗിച്ച് നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അതെങ്ങനെ കീശയിട്ടിരിക്കുന്നു? പള്ളി കയറുമ്പോഴും കുർബാനയെല്ലാം പോകുമ്പോഴും കാണാൻ പോകുമ്പോഴും കേൾക്കാൻ പോകുമ്പോഴും എല്ലാം ഇതും കൊണ്ടാണ് പോകുന്നതെങ്കിൽ ആത്മാവും മനസ്സും ശരീരവും അവകിലും പൂർണ്ണമായിരിക്കുമോ എന്ന് പഠിക്കുവാൻ, ചിന്തിക്കാനുള്ള ഒരു പശ്ചാത്തലം ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തരാം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചില പോയിന്റുകൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് ഒരു ഏത് രീതിയിലാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ കേട്ട് കാണും. എങ്ങനെ ഇതിനെ കാണണം? പരമപരിശുദ്ധവും പരമജ്ഞാനം നിറഞ്ഞതും പരമാത്മാവ് നിറഞ്ഞതും പരിശുദ്ധവും അതിമനോഹരവും ശ്രേഷ്ഠവും വൈശിഷ്ട്യവും മഹത്വത്തിൻ്റെ ആത്മാവ് നിറഞ്ഞതും മഹത്വാത്മകവും മരണത്തെ അതിജീവിച്ചതും ജീർണതയ്ക്ക് അപ്പുറത്തേക്ക് നിത്യതര പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം മരിക്കാത്ത അഴുകാത്ത ഒരു ശരീരമുള്ള ക്രിസ്തുവാണെങ്കിൽ ആ ക്രിസ്തുവിനോട് എൻ്റെ ശരീരത്തെ ചേർത്ത് വെച്ചാൽ എൻ്റെ ശരീരവും മരിക്കുകയില്ല, അഴുകയില്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഇന്ന് കാണുന്ന ആദ്യ ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് വലിച്ചു ദൂരെ എറിഞ്ഞേ പറ്റൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈസ്റ്ററിൻ്റെ പ്രാധാന്യത്തെ, ഉയർപ്പ് തിരുനാളിൻ്റെ പ്രാധാന്യമല്ല, ഉയർപ്പിൻ്റെ ഒരു ശാസ്ത്രീയ ആത്മീയ വിശദീകരണ ജ്ഞാനാർദ്രമായ ദാർശനിക മനോഭാവത്തിലേക്ക് എൻ്റെ മനസ്സും ശരീരവും ആത്മാവും ഞാൻ രൂപാന്തരപ്പെടുത്തിയില്ലെങ്കിൽ ആഘോഷമായിട്ട് കടന്നു പോകും.
ഫലദായകമല്ലാതെ വരും. യാതൊരുവിധ ഫലവും. അങ്ങനെ രൂപാന്തരപ്പെട്ട വ്യക്തി, ആ വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി അവിടെ കുടുംബ സമാധാനം ഉണ്ടാകും. ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി സമാധാനം, സന്തോഷം ഉണ്ടാകും. ആ കുടുംബം നവീകരിക്കപ്പെടും, കുടുംബം വിശദീകരിക്കപ്പെടും, കുടുംബം ആത്മാവിൽ നിറയും. അവിടെ സാമ്പത്തിക വിരോധി ഉണ്ടാവും, ആത്മീയ വിശുദ്ധി ഉണ്ടാവും. അവിടെ കുടുംബ കലഹമില്ല. അവിടെ സമയത്ത് മക്കളുടെ വിവാഹം നടക്കും. ആവശ്യമുള്ള സമ്പത്തുണ്ടാവും, ആവശ്യമുള്ള പേരും പ്രശസ്തി നമ്മളിലുണ്ടാവും, ആവശ്യമുള്ള അത്ര നന്മയും സമാധാനം ഉണ്ടാവും. എല്ലാ ഐശ്വര്യം നിറഞ്ഞ സമൃദ്ധമായ ഒരു മഹത്വീകരണ ജീവിതം നമുക്ക് സാധ്യമാണ്. പക്ഷേ ഈ ക്രിസ്മസ് ആഘോഷിച്ച് തള്ളുന്ന പോലെ അതിനകത്ത് 25 നോമ്പ് നിൽക്കുന്നു, 50 നോമ്പ് നിൽക്കുന്നു. 50 നോമ്പിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൂടെ വലിച്ച് ഉപേക്ഷിച്ചെന്തോ അതെല്ലാം കൂടെ തിന്നുന്നു, അതെല്ലാം കൂടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആദ്യത്തേതിനേക്കാൾ മോശമായി രണ്ടാമത്തെ അവസ്ഥ. അപ്പോൾ ഒന്നിനൊന്ന് നാശവും ഒന്നിനൊന്ന് മോശവും ഒന്നിനൊന്ന് മാലിന്യം നിറഞ്ഞമായ ആഘോഷമായിട്ട് മാറുന്ന ഇത്തരം പ്രക്രിയകളെ നാം വലിച്ച് ദൂരെയാണ്. അത് ഈ നമ്മുടെ മദ്യപാനം, പുകവലി, ചീട്ടുകളി, മൊബൈൽ ഫോണ്, സിനിമകൾ, സീരിയലുകൾ, ആരെങ്കിലും മോശമായിട്ട് കാണുകയോ കേൾക്കുന്നില്ല, അതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും പാപപരിത്യാഗ പ്രവൃത്തികളും സമ്പലും പണമുണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് അനാഥർക്കും ദരിദ്രർക്കും കൊടുക്കാൻ വേണ്ടി അവരുടെ ആലയങ്ങളിലേക്ക് പോയി യേശുവിൻ്റെ നാമത്തിൽ, സ്വർഗീയപ്പൻ്റെ മഹത്വത്തിന് വേണ്ടി പുത്രായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇത്ര രൂപ ഈ ക്രിസ്മസ് ദിനത്തിൽ, ഈസ്റ്റർ ദിനത്തിൽ, ഉയർപ്പ് നാളിൽ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ കൊടുത്താൽ നിങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും പരിപൂർണമാകും, നശിച്ചു പോകുകയില്ല. അത്തരത്തിലേക്ക് ഈ ആഘോഷത്തെ അല്ല, ഈ അവസ്ഥയെ നമ്മൾ കണ്ട് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അപ്പോൾ ആത്മീയതലത്തിൽ ജ്ഞാനമുണ്ടാവണം, അതിൻ്റെ ശരീരത്തിലെ പ്രവർത്തനം ഉണ്ടാവണം, അതിൻ്റെ അറിവിൻ്റെ തലത്തിൽ അതിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്തിരിക്കണം, അതിൻ്റെ പരിശുദ്ധാത്മ തലത്തിൽ അതിൻ്റെ ഫലം ചൂടിയിരിക്കണം, അതായത് നന്മപ്രതി ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യാനുള്ളതാണ്. അതാണ് യഥാർത്ഥ ഒരു ഉയർപ്പ് തിരുനാളിൻ്റെ സത്തയുടെ സത്ത, മൂല്യത്തിൻ്റെ മൂല്യം, വൈശിഷ്ട്യത്തിൻ്റെ വൈശിഷ്ട്യം, വിശിഷ്ടത്തിൻ്റെ വിശിഷ്ടത, മഹത്വത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അതാണ്. അത്രമാത്രം പാവനതയോടെ പരിപൂർണതയോടെ നാം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിച്ച്, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി നാം രൂപാന്തരപ്പെടുമ്പോൾ നമുക്ക് ഇതെല്ലാം എന്തായി മാറും? വിശിഷ്ടവും സ്വർണം പോലെയായി മാറും, മീറ പോലെയായിട്ട് മാറും, കുന്തിരിക്കം പോലെയായിട്ട് മാറും. അപ്പോൾ എന്തായി? ആത്മാവും ശരീരവും അവകളും പൂർണ്ണമായിട്ടുമ്പോൾ യേശുവിൻ്റെ പ്രത്യാഗമനം വന്നാൽ നമുക്ക് സന്തോഷിക്കാം, നമുക്കൊരു കുഴപ്പമില്ല. എന്നാൽ ആ സന്തോഷത്തെ അനുഭവിക്കാവുന്ന രീതിയിലാണോ കുടുംബ പശ്ചാത്തലങ്ങൾ, സഭാ പശ്ചാത്തലങ്ങൾ, ലോക പശ്ചാത്തലങ്ങൾ? അത് നമ്മൾ പഠിക്കണം, അത് ചിന്തിക്കണം, അറിയണം. അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ വരുമ്പോൾ നാം പതറും, നാം വീഴും. അങ്ങനെ വീഴാനും പതറാനുമുള്ളതല്ല ക്രിസ്തു വിശ്വാസി. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവൻ സ്വർണം പോലെ അജയ്യനായിട്ട് നിൽക്കും. സ്വർണത്തിൻ്റെ പ്രത്യേകം പറഞ്ഞില്ലേ, ഒരിക്കലും ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ഒരേ ഒരു വസ്തുവാണ് സ്വർണം. ആ സ്വർണമായ യേശുവാണ്. ആ സ്വർണത്തിൻ്റെ ശരീരമുള്ള യേശു, ആ സ്വർണത്തിൻ്റെ ആത്മാവുള്ള യേശു, ആ സ്വർണത്തിൻ്റെ ശക്തിയുള്ള യേശു, ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ഒരേ ഒരു ശരീരമുള്ള വ്യക്തിയാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനോട് കൂടിയാണ് നാം സ്വർണത്തെപ്പോലെ നിൽക്കുന്നെങ്കിൽ യേശുവിൻ്റെ എല്ലാ വചനങ്ങളും, യേശുവിൻ്റെ എല്ലാ നിയമങ്ങളും, യേശുവിൻ്റെ എല്ലാ സ്നേഹവും, പരസ്നേഹവും, ദൈവസ്നേഹവും സ്വർണത്തെപ്പോലെ രൂപാന്തരപ്പെടുത്തി നാം ആയി മാറണം. പ്രിയപ്പെട്ടവരെ, അതിനായിട്ടുള്ള ഒരുങ്ങുന്ന ആ മഹത്തായ ഒരു പ്രക്രിയ തന്നെയാണിത്. അല്ലാതെ വിശ്വാസത്തിനകത്ത് ഓരോ നോമ്പിച്ച് നിന്നൊക്കെ അങ്ങനെ അതല്ല. അതിനകത്ത് മനസ്സിൻ്റെ തലത്തിലുണ്ട്, ആത്മാവിൻ്റെ തലത്തിലുണ്ട്, ശരീരത്തിൻ്റെ തലത്തിലുണ്ട്, അറിവിൻ്റെ തലത്തിലുണ്ട്. എല്ലാ തലത്തിലും ഒരു സമ്പൂർണ്ണ വ്യക്തിത്വം, നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കണം. പൂർണ്ണ വ്യക്തിത്വത്തോടു കൂടി ക്രിസ്തുവിന് സാക്ഷ്യമാകാനും, ക്രിസ്തുവിനെ പരസ്യമായിട്ട് പ്രഘോഷിക്കാനും, ക്രിസ്തുവിൻ്റെ വചനപോഷണത്തിൽ പങ്കെടുക്കാനും, ക്രിസ്തുവിൻ്റെ വചനപോഷകർക്ക് സാമ്പത്തിക സഹായം ചെയ്യാനും, ക്രിസ്തുവിൻ്റെ വചനപോഷകരെ പ്രോത്സാഹിപ്പിക്കാനും, ക്രിസ്തുവിൻ്റെ വചനപോഷകർക്ക് വേണ്ടി ഏതും ചെയ്യാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് പങ്കാളികളാവുകയാണ്. ആ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് ഈ യഥാർത്ഥ യേശുവിൻ്റെ ഉയർപ്പ് തിരുനാൾ. ഹല്ലേലൂയ. അതിനായിട്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്മസിനെ എങ്ങനെ കണ്ടോ അതിൻ്റെ തന്നെ നാണയത്തിൻ്റെ വശമാണ് ഈസ്റ്റർ. ഈസ്റ്ററിനെ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെ അതിൻ്റെ അക്കവശം എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ മറുവശമാണ് ക്രിസ്മസ്. ഇത് രണ്ടും ചോർന്നു പോകാത്ത മൂല്യമായിട്ട് നമുക്ക് കാണണം. പക്ഷേ ഒരു ക്രിസ്മസ് കഴിഞ്ഞ് അടുത്ത ഈസ്റ്റർ വരുമ്പോഴത്തേനും നമ്മളെന്തായി? പുകവലിക്കണ്ടോ പുകവലിക്കും, മദ്യം കഴിക്കണ്ടോ മദ്യം കഴിക്കും, സിനിമ കാണണോ സിനിമ കാണും, സീരിയൽ കാണണോ സീരിയൽ കാണും, അത് കാണണോ അത് കാണും.
ഇത് കാണണം ഇത് കാണും, അത് പറയണം അത് പറയും, നുണ പറയണം നുണ പറയും, മോഷ്ടിക്കണം മോഷ്ടിക്കും, തലണ തല്ലും, കുടുംബകലഹം എന്ന് വേണ്ട എല്ലാവിധ അശുദ്ധിയും കൊണ്ട് നിറഞ്ഞ ഒരു മാലിന്യ കൂമ്പാരമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് മാറുന്നതുകൊണ്ടാണ് ഇന്ന് സഭയിൽ പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം, രാഷ്ട്രത്തിൽ പ്രശ്നം, യുദ്ധങ്ങൾ, കലഹങ്ങൾ, വൈരാഗ്യങ്ങൾ, വിദ്വേഷങ്ങൾ, കോപങ്ങൾ, പകപോക്കൽ, വെറുപ്പ് എന്നു വേണ്ട ഈ സകലവിധ അസ്വസ്ഥയും കുടുംബത്തിലോ സഭയിലോ സമൂഹത്തിലോ രാഷ്ട്രത്തിലോ നിറയുന്നുണ്ടെങ്കിൽ നാം സ്വർണത്തെ പോലെ യേശുവിനെ കണ്ടിട്ടില്ല, അവികലവും പൂർണ്ണമായിരുന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിനായി പ്രിയപ്പെട്ടവരെ, വരുന്ന വർഷം നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിൻ്റെ ഈ ശുശ്രൂഷകൾ, ആഘോഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടും, ഇല്ലായ്മ വരും. അതിനാൽ ഈ പ്രാവശ്യം നമുക്ക് എങ്ങനെ ഒരുങ്ങാമെന്നതിനെ പറ്റി ഇത്ര വിശദമായി ഞങ്ങൾ പറഞ്ഞതിൻ്റെ കാരണം അടുത്ത വർഷം നമുക്കൊരു ആഘോഷമോ ഒരു ആത്മീയതയോ അതിനുള്ള വളർച്ചയോ പശ്ചാത്തലമോ ഇല്ല എന്നെനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾ തയ്യാറാകട്ടെ, ഒരുങ്ങട്ടെ, എങ്ങനെ യേശുവിനെ കാണണം, എങ്ങനെ യേശുവിന് കൂടെ ആയിരിക്കണം എന്നതിനെ പറ്റി വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ സഹോദരരെ, അതിനായി നമ്മെ ഓരോരുത്തരും സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരക്തങ്ങൾ, 1 യോഹന്നാൻ 1:7, യേശു ക്രിസ്തു തിരുരക്തം നമ്മെ സകല പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും അനീതിയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. കറയോ കളങ്കമില്ലാത്ത കുഞ്ഞാടിൻ്റെ പോലുള്ള ആ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തരും ആ യേശുവിൻ്റെ തിരുശരീരക്തത്തോട് ചേർന്നിരിക്കുന്ന നാം ഓരോരുത്തരും യേശുവിനെ സ്വർണം പോലെ നശിക്കാത്ത ഒരു ശരീരമുള്ള, നശിക്കാത്ത ഒരു വ്യക്തിത്വമുള്ള, ആ സ്വർണത്തിൻ്റെ മറ്റൊരു പ്രതീകമാണ് ഈ ലോകം നശിച്ചു പോയാലും അനന്തതയിൽ ആ യേശുവിൻ്റെ സ്വർഗീയ മഹത്വത്തിൽ ആ സ്വർണം എന്നും ശോഭിച്ചിരിക്കുന്ന പോലെ യേശു ശോഭിച്ചിരിക്കും. ആ കൂടെ നമുക്കും അവിടെ പോകണം എന്നൊരു ചിന്ത. അതിനായി നമ്മെ ഒരു സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.